ആഡിയക്സ് ഞാൻ റിവ്യൂ പറഞ്ഞുകൊണ്ട് അത് പർപ്പസ് എങ്ങനെ ആഡിയക്സ് ഞാൻ റിവ്യൂ പറഞ്ഞുകൊണ്ട് അത് പർപ്പസ് അലങ്കാരപ്പണി എന്നാണ് അവൻ ഉദ്ദേശിച്ചത്. അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? ആഡിയക്സ് ഞാൻ റിവ്യൂ പറഞ്ഞുകൊണ്ട് അത് പർപ്പസ് എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കെ. 100 കോടി ക്ലബിലെത്തി. നമുക്ക് വേണമെങ്കിൽ നമ്മൾ റിവ്യൂ പറഞ്ഞിട്ട് ആ സിനിമ പരാജയപ്പെടുത്തി പെട്ടെന്ന് പലർക്കും പറയാം. പക്ഷെ ഞാൻ റിവ്യൂ പറഞ്ഞ ഡാൻസ് കളിച്ച റിവ്യൂ പറഞ്ഞ ഡാൻസ് കളിച്ചപ്പോൾ പൊട്ടുമെന്ന് പറഞ്ഞു പലരും. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പക്ഷെ അത് കളിച്ചിട്ടും പടം വിജയിച്ചല്ലോ. പക്ഷെ ആദ്യത്തെ ഒരു നല്ല സിനിമ ആയതുകൊണ്ടല്ലേ അത് ബ്ലോക്ക് ബസ്റ്റർ ആയത്. രാജമ്മ പറഞ്ഞത് ശരിയായില്ല. അതെ, എനിക്ക് തോന്നാണോ അതോ ശരിക്കും മണ്ടനാണോ? അങ്ങനെ റിവ്യൂ പറഞ്ഞത് കൊണ്ടാണ് ചില സിനിമക്ക് റിവ്യൂ പറഞ്ഞ് പരാജയപ്പെടുത്തി പലരും പറയാറുണ്ടല്ലോ, പല റിവ്യൂസ്. ആയതിനാൽ ഓക്കെ, അങ്കിളിന് തോന്നേ അല്ലെങ്കിൽ റിവ്യൂ പറഞ്ഞിട്ട് സിനിമകൾ വിജയിക്കുന്നു എന്നാണോ അങ്കിളിന്റെ അഭിപ്രായം? അങ്ങനെയുള്ള അഭിപ്രായം എനിക്കില്ല. ഇവന്റെ സിനിമ കണ്ടിട്ട് ഇവന്റെ അഭിപ്രായം പറയുന്നു. അപ്പൊ ഇവന്റെ അഭിപ്രായം പറയുമ്പോ ഇവന് കറക്റ്റായിട്ട് ഒരു റിവ്യൂ, സാധാരണ ആൾക്കാരെ പോലെ റിവ്യൂ പറയണം എന്നത്തെ കാരണം. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ഇവന്റെ റിവ്യൂ പറയണമെന്ന് പറയുമ്പോ വളരെ ഇവൻ മിക്ക സിനിമകൾ നല്ല ശ്രദ്ധയോടെ കേൾക്കുകയും അത് കാണുകയും ചെയ്തിട്ട് അത് മനസ്സിലാക്കിയിട്ട് മൊത്തം കഥ അങ്ങോട്ട് പറഞ്ഞത് റിവ്യൂ പറയണത്. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.